അത് മതദൃഷ്ട്യാ അംഗീകരിക്കുന്നില്ല, ധാർമ്മികമായും അത് ന്യായമാവുകയില്ല എന്നാണ് നമ്മുടെ പക്ഷം. ധാർമ്മികമായിട്ട് നിങ്ങൾ അംഗീകരിക്കുന്നില്ല? ഇല്ല, ധാർമ്മികമായിട്ടും അംഗീകരിക്കുക. കാരണം ഈ ഒരു കുഞ്ഞ് ജനിക്കുക എന്ന് പറയുന്ന ഒരു ലേഡിയുടെ, ഒരു സ്ത്രീയുടെ അവകാശത്തെ അത് പരിഹരിക്കപ്പെടാൻ വേണ്ടിയിട്ട് ശാസ്ത്രീയമായ മാർഗം ഇതല്ലാതെ വേറെയുണ്ട്. ടെസ്റ്റ് ട്യൂബ് ശിശുക്കളുടെ കാര്യത്തിൽ ഇസ്ലാം അത് പെർമിസിബിൾ ആണത്. ടെസ്റ്റ് ട്യൂബ് ശിശു അനുവദനീയമാണ്. ഭാര്യയും ഭർത്താവും ആകണമെന്നുള്ളതാണ് വ്യവസ്ഥ. ഇത് സ്പേമം അതുപോലെ തന്നെ ഓം ഇത് രണ്ടും ഭാര്യയുടേതും ഭർത്താവിൻ്റെതുമാകണം. അന്യ സ്ത്രീ പുരുഷന്മാരുടേതാകരുത് എന്നുള്ളതാണ്. തമ്മിൽ ഒന്നിച്ചു പോകുമോ പലപ്പോഴും? അതെനിക്കറിയില്ല. ധാർമ്മികതയോട് ഒന്നിക്കുന്ന ശാസ്ത്രത്തോട് ഞങ്ങൾ ഒപ്പം ഉണ്ടായിരിക്കും. ശാസ്ത്രം എന്ന് പറയുന്നത് സ്ഥാപിക്കപ്പെട്ട ശാസ്ത്രമാണ്. എല്ലാം ശാസ്ത്രത്തിന്റെ പേരിൽ പലതും വരവ് വയ്ക്കപ്പെടാറുണ്ട്. ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ശാസ്ത്രീയമായി ഞങ്ങൾ ശാസ്ത്രത്തോടൊപ്പം സഞ്ചരിക്കുന്നവരാണ്. പക്ഷെ ശാസ്ത്രം എന്ന് അവകാശപ്പെട്ടതുകൊണ്ട് കാര്യമില്ല. ശാസ്ത്രം സ്ഥാപിച്ച സംഗതികളിൽ ധാർമ്മികതയ്ക്ക് ചേരാത്ത ഒരുപാട് സംഗതികളുണ്ട് ലോകത്ത്. അധാർമികമായി വരുന്നത് സമൂഹത്തിന്റെ അച്ചടക്കത്തിന് ചേരാത്തത്, കുടുംബ ഭദ്രതയ്ക്ക് ചേരാത്തത്, ധാർമ്മികതയ്ക്ക്, ഇതൊക്കെ മനുഷ്യൻ്റെതാണ്, ഇസ്ലാമിൻ്റെ മാത്രമല്ല. മനുഷ്യത്വം ഇന്നോളം കാത്തു ശുശ്രൂഷിച്ച സ്വന്തം ഭാര്യയിലാണ് കുഞ്ഞ് ജനിക്കേണ്ടതെന്നുള്ളത് മുസ്ലിങ്ങളുടെ മാത്രമല്ലല്ലോ. അത് ക്രിസ്ത്യാനിറ്റിയും ധാർമ്മിക സമൂഹങ്ങളൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംഗതിയാണ്. ആ സംഗതികൾ ഇന്ന് വരെ നിലനിന്നത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇല്ലാതാകാൻ മനുഷ്യൻ വേറൊന്നും ആയിട്ടില്ല. അപ്പോൾ ഒരു ആധുനികതയുടെയോ മറ്റെന്തിൻ്റെ ഒക്കെ പേരിൽ അങ്ങനെ ആകേണ്ട കാര്യമില്ല. ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ഉപയോഗിക്കപ്പെടുത്തുമ്പോൾ തന്നെ സമൂഹത്തിൽ അരാജകത്വം ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായ മൂല്യങ്ങൾ കൂടി പരിഗണിക്കണം.